ഈ പാക് പ്രധാനമന്ത്രി ചൗധരി ഫവാൻ ഹുസൈൻ എക്സിലിട്ട വീഡിയോയെ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി തള്ളിപ്പറഞ്ഞില്ല എന്നൊരു വിമർശനം കേട്ടു. അത് രാഹുൽ ഗാന്ധി തള്ളിപ്പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് അവരുടെ എക്സ് പ്ലാറ്റ്ഫോമിലേക്ക് ഒരു വിഷയം റേസ് ചെയ്യുന്നു. അത് രാഹുൽ ഗാന്ധി തള്ളിപ്പറയുന്നതിന് മുമ്പ് തന്നെ ആ വിഷയത്തെ പാകിസ്ഥാൻ ഷെഹ്സാദ എന്നാണ് വിളിക്കുന്നത്. പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു കോൺഗ്രസിൻ്റെ ഒരു രാജകുമാരൻ പാകിസ്ഥാന് വേണ്ടി ഇവിടെ അധികാരത്തിൽ വരണമെന്ന്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ശകാര പേരിടിയിൽ എന്ന് പറഞ്ഞത്. സുജയ പറഞ്ഞതിൽ എനിക്കൊരു സംശയമുള്ളത്, ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മുത്തലാഖ് നിയമം കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു. ബാക്കി ഒരു നിയമത്തിലും മോചിതനാകുന്ന ഭർത്താവിൻ്റെ പേരിൽ ക്രിമിനൽ ഒഫൻസ് ഇല്ല. എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിൽ മാത്രം ക്രിമിനൽ ഒഫൻസ് ഉണ്ടാവുന്നത്? അങ്ങനെ വന്നാൽ എന്താ സംഭവിക്കുക? ആ മുസ്ലിം ഭാര്യയ്ക്ക് പിന്നീട് ജീവനാംശം കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ഈ ഭർത്താവ് ജയിലിനുള്ളിലാക്കപ്പെടും. എങ്ങനെയത് മുസ്ലിം സ്ത്രീക്ക് സുരക്ഷയാവുക? മുത്തലാഖ് ചൊല്ലുന്നതിനെ അപ്പോൾ അങ്ങ് ന്യായീകരിക്കുകയാണോ? മുത്തലാഖ് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നമ്മൾ വിവാഹിതരായാൽ, എക്സാമ്പിൾ മാത്രമാണ്, ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ, അപ്പോൾ ഈ 3 തവണ സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞാണ്. അപ്പോൾ 3 തവണ താങ്കൾ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഹൂഎവർ ഇറ്റ് ഈസ്, 3 തവണ അങ്ങ് മൊഴി ചൊല്ലിയ ഒരു മൊഴി ചൊല്ലിയ ഒരു സ്ത്രീയെ അങ്ങ് ഉപേക്ഷിച്ച് പോവുക എന്ന് പറയുന്നത് എത്രമാത്രം ഒരാളുടെ ഭാഗത്തു നിന്നുള്ള കുറ്റകരമായ കാര്യമാണ് അയാൾ ചെയ്യുന്നത്. അതിലേക്ക് പോകാതിരിക്കുന്നതിനും കൂടി ഈ നിയമം വഴിവെക്കില്ലേ? അല്ലല്ല, നിയമപരമല്ല എന്ന് വിധിച്ചാൽ പ്രശ്നം കഴിഞ്ഞല്ലോ. അതിനുശേഷം ക്രിമിനലൈസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പല രീതിയിൽ വിവാഹമോചിതരാവുന്നവരുണ്ട്. ഹിന്ദുവിലാണെങ്കിലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലാണെങ്കിലും പല അവാന്തര വിഭാഗങ്ങളിൽ. പക്ഷേ ഈ കമ്മ്യൂണിറ്റിയിൽ മാത്രം ആ ഭാര്യയ്ക്ക് ജീവനാംശം കൊടുക്കുന്ന ഭർത്താവിനെ പിടിച്ച് ജയിലിലിടുകയാണ്. ഭാര്യയ്ക്ക് ജീവനാംശം കൊടുക്കുന്ന ഭർത്താവിനെ ജയിലിടുന്ന എപ്പോഴാണ്? ആ സംഭവം നടക്കുമ്പോഴാണ്. അതായത് മുത്തലാഖ് ചൊല്ലുന്ന ആൾ, അതായത് കുറ്റകരമാണ്, ഇത് നിങ്ങൾ ക്രിമിനൽ ഇതിന് അകത്താകും എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് എന്നിട്ടും ചെയ്യുന്ന ആളെ പിന്നെ ശിക്ഷിക്കേണ്ടേ? അതല്ല, ഇപ്പൊ ക്രിമിനലൈസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് എന്റെ ചോദ്യം. ബാക്കി ഒരു നിയമത്തിന്റെ കാര്യത്തിലും വിവാഹമോചനം ഒരു ക്രിമിനൽ ഒഫൻസ് അല്ല. പക്ഷേ ഇതൊരു ക്രിമിനൽ ഒഫൻസ് ആവുന്നത് എന്തുകൊണ്ടാണ്? മറ്റ് വിവാഹമോചനങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? രണ്ടുപേരും ഭാര്യ വേണമെങ്കിൽ വിവാഹമോചനം നേടാം എന്ന് പറഞ്ഞുകൊണ്ട് കോടതി പോവാം. അതെങ്ങനെയാണ്? അവിടെ ഒരു കോടതിയുണ്ട്, നിയമ നടപടിയുണ്ട്. ഇതങ്ങനെയല്ല. ഇത് 3 പ്രാവശ്യം ഫോണിലൂടെ വിളിച്ചു പറഞ്ഞാലും മതി. വേണ്ട, ആ മുത്തലാഖ് നിരോധിച്ചിരിക്കുന്നു. പകരം എന്താണ്? ആ മുത്തലാഖ് എന്നുള്ളത് നിരോധിച്ചിട്ട് നിയമപരമായിട്ട് പോകണം. ശരീരത്തിലെ ഒരു ഭാഗം ഇതാ നിരോധിച്ചിരിക്കുന്നു. എന്തിനാ ക്രിമിനലൈസ് ചെയ്യുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഈ സാമ്പ്രദായിക രീതിയിൽ അല്ലെങ്കിൽ മറ്റു മതക്കാർ ചെയ്യുന്നത് പോലെ നിയമപരമായ വഴിയിലൂടെയാണോ വിവാഹമോചനം നടന്നത്? അത് നടക്കണം, അതിലേക്ക് വരണം, അതിലേക്ക് വരണം. ഇത് ഞാൻ ചോദിക്കുന്നത്, ഒരു ശിക്ഷയുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ തെറ്റ് ചെയ്യാതിരിക്കുകയുള്ളൂ എന്ന് ബോധ്യമുണ്ടെങ്കിൽ ആ ശിക്ഷ ഉറപ്പാക്കുക. മറ്റു വിഭാഗങ്ങളിലെ വിവാഹമോചനങ്ങളുടെ എണ്ണം എടുത്തിട്ടുണ്ടോ? മറ്റ് വിഭാഗങ്ങളിലേതുപോലെയല്ലോ. മറ്റേതെങ്കിലും വിഭാഗത്തിൽ 3 തവണ പറഞ്ഞു ഞാൻ ഇപ്പോ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, ഹിന്ദു കമ്മ്യൂണിറ്റി പറയാതെ പോവാണ് ഭർത്താവ്, ക്രിമിനലൈസ് ചെയ്യൂ. ആ ഭാര്യ പരാതിപ്പെടുമല്ലോ, സ്വാഭാവികമായി പരാതിപ്പെടാമല്ലോ. ജീവനാംശത്തിന് വിവാഹമോചന നിയമപ്രകാരം വിവാഹമോചനം നേടാതെ അയാൾ മറ്റൊരു വിവാഹം കഴിക്കാൻ അയാൾ ഉപേക്ഷിച്ച് പോവാണ്, ക്രിമിനലൈസ് ചെയ്യൂ. അത് ക്രിമിനലൈസ് ചെയ്യില്ല. അതാണ് പ്രശ്നം. അപ്പോൾ അത് മുത്തലാഖ് എന്നുള്ളത് ക്രിമിനലൈസ് ചെയ്ത് മാത്രമല്ല, ഇതിപ്പോൾ ഈ മുസ്ലിം സ്ത്രീകളോട് കാണിക്കുന്ന ഏറ്റവും വലിയ നീതി എന്ന് അവകാശപ്പെടുമ്പോൾ എങ്ങനെയാണ് അവർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നത്? നഷ്ടപരിഹാരം കിട്ടുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, 3 തവണ മൊഴി ചൊല്ലി ഒരു സ്ത്രീയെ ഉപേക്ഷിച്ചു പോകുന്നത് അതിനെ ആരും ഇവിടെ അംഗീകരിക്കില്ല, ആരും അംഗീകരിക്കില്ല. അത് മുസ്ലിം സമൂഹത്തിൽ തന്നെ ഒരുപാട് ആവശ്യമാണ്. സംബന്ധം കൂടാൻ പോയാലും കുഴപ്പമാണ്. എല്ലാം ലീഗലാകട്ടെ. പ്രശ്നം ശരിക്കും ഏകീകൃത സിവിൽ കോഡ് കൂടി വരണം. അത് പല രീതിയിലുള്ള ആർഗ്യുമെന്റ് ഉണ്ട്. നമുക്ക് അവിടേക്ക് പോകാൻ ഇപ്പോൾ സമയമില്ല. ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കൂടി, ഇന്നത്തെ വിഷയത്തിലേക്ക് കൂടി വരാം. അതിന് മുമ്പ് Meet the editors.